ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇവിടെ തന്നെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മെൽബണിൽ ഒരു 2 hours ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം കേട്ടോ നമുക്ക് അവിടെ എത്തണമെങ്കിൽ. ഓസ്ട്രേലിയയിൽ തന്നെയാണെങ്കിലും ഇവിടുത്തെ സ്ഥലങ്ങൾ തമ്മിൽ അത്യാവശ്യത്തിന് ദൂരമുണ്ട് കേട്ടോ. ഈ ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അത് ക്വീൻസ്ലാൻഡിലാണുള്ളത്. നമ്മൾ ഗോൾഡ് കോസ്റ്റ് പോകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവിടെ നല്ല ടെമ്പറേച്ചറാണ്. ഇപ്പോൾ ഒരു 22-23 ഒക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കേഷൻ ആണെങ്കിലും സമാധാനമായിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ 5 day ട്രിപ്പാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തീം പാർക്കുകളാണ്. നമ്മുടെ വീഗാലാൻഡ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് വേർഷൻസ് കുറേ ഉണ്ട്, ഒരുപാടുണ്ട് അവിടെ തീം പാർക്കുകൾ. അങ്ങനെ എൻ്റെ പുട്ടിയടിക്കലൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. കണ്ടോ, എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. തണുക്കുണ്ടോ? ഈശ ഇവിടെ നമുക്ക് സെൽഫ് ചെക്ക് ഇൻ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് സെൽഫ് ചെക്ക് ഇൻ ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിക്കും ATM പോലെ തന്നെയാണ്. കണ്ടോ, താഴെക്കൂടെ നമുക്ക് ബോർഡിംഗ് പാസും അതുപോലെ ബാഗിൽ ഒട്ടിക്കാനുള്ള ടാഗും ഒക്കെ താഴെക്കൂടെ വരും കേട്ടോ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നതും നമ്മൾ സെൽഫായിട്ട് തന്നെയാണ്. നമ്മൾ വെർജിൻ ഓസ്ട്രേലിയയുടെ ഫ്ലൈറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെല്ലാം സെൽഫ് ചെക്ക് ഇൻ ആട്ടോ ഞാൻ കണ്ടത്. പക്ഷേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ അങ്ങനെയല്ല, നമ്മൾ സാധാരണ പോകുന്ന പോലെയാണ്. കണ്ടോ, ഇതാണ് ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നത്. നമുക്ക് 4 ബോർഡിംഗ് പാസും പ്ലസ് നമുക്കൊരു ബാഗേജ് ഡ്രോപ്പിൻ്റെ റെസിപ്റ്റും കിട്ടും. അത് അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനേ ബാഗ് പൊക്കോളൂ കേട്ടോ. കണ്ടോ, ഒരു ബാഗ് ഡ്രോപ്പിന് എഴുതി കാണിക്കുകയും ചെയ്യും. താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് വെള്ളവും ഫുഡൊക്കെ ക്യാരി ചെയ്യാം കേട്ടോ. നമുക്കത് അറിയണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് നമ്മളൊന്നും കൈപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എക്കണോമിക് ഫ്ലൈറ്റുകളിൽ 2 ഓപ്ഷനാണുള്ളത് കേട്ടോ. ഒന്ന് ജെറ്റ് സ്റ്റാർ, പിന്നെ വെർജിൻ ഓസ്ട്രേലിയ. അതിൽ ജെറ്റ് സ്റ്റാർ കുറച്ചും കൂടി ചീപ്പാണ്, പക്ഷേ ജെറ്റ് സ്റ്റാർ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ആവാം ഫ്ലൈറ്റിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ വെർജിൻ എടുത്തു, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഞങ്ങൾ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, ഒരു 1/2 hour ഡിലേ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോവാം കേട്ടോ. നമുക്ക് 4 പേർക്കും ഹാൻഡ് ബാഗേജ് ഫ്രീ ആയിരുന്നു, പക്ഷേ നമ്മൾ ലഗേജിന് എക്സ്ട്രാ പേ ചെയ്യണം. നമുക്ക് ഒരു പെട്ടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഒരാൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. എന്തിനാണെന്നറിയോ, ഫ്ലൈറ്റിൽ TV ഇല്ലയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഇവർക്ക് എത്ര TV കണ്ടാലും TV ഭ്രാന്ത് മാറുന്നില്ലല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഹോട്ടലിൽ ചെന്നിട്ടായാലും ശരി, അവിടെ ഒരുപാട് ചാനൽസും കാര്യങ്ങളും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുൾ ടൈം അതിന് മുമ്പിലായിരുന്നു അവർ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഉഗ്രൻ മഴ. ഞാൻ വിചാരിച്ചു ഇനി ഇവിടെയും തണുപ്പ് കൂടിയിട്ട് കൊള്ളാവുമെന്ന്, പക്ഷേ ഇല്ല, വലിയ കാര്യം ഉണ്ടായില്ല. കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ റെൻ്റേ കാർ എടുക്കണം കേട്ടോ ചെയ്ത്, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിലും മക്കളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവരൊക്കെ വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് കറക്റ്റ് ടൈമിന് ചിലപ്പോൾ എത്താനും പറ്റിയെന്ന് വരില്ല. റെൻ്റേ കാറിൻ്റെ ആൾക്കാർ നമ്മളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത് കേട്ടോ കാറ്. നമ്മളിപ്പോൾ ഇവിടെ പോവുകയാണെങ്കിലും റെൻ്റേ കാറാണ് കേട്ടോ എടുക്കാറ്. ഇതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമ്മൾ ടൂർ പാക്കേജൊക്കെ എടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടി വരിക. ഇതിപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഉള്ള കാലമല്ലേ, അപ്പോൾ നമുക്ക് ആരുടെയും സൗകര്യത്തിന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്തൊക്കെ അട്രാക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴൊക്കെയാണ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അതൊക്കെ വലിയ കാര്യമാണ്.
നമ്മൾ റെൻ്റെക്കാരൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടൂർ പാക്കേജുകളും ഓപ്ഷൻസും ഉണ്ട്. അവിടെ കണ്ടോ, ഇതെല്ലാം ടൂർ പാക്കേജുകളാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നേക്കാളും കൂടുതൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടും. നമ്മൾ എല്ലാ ദിവസവും അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് വരുന്നേക്കാളും ബെറ്റർ ഇവിടെ എത്തിയിട്ട് 1-2 ദിവസത്തേക്ക് പ്ലാനിങ് ചെയ്യുന്നതാണ്. സമയം ഏകദേശം 4 മണി 4:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പായിട്ടുണ്ട് എല്ലാവർക്കും. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഫുഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് വേഗം വാരി വലിച്ച് തിന്നു. നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ലേറ്റായി ചെക്ക് ഇൻ ചെയ്യാൻ. 4 മണി വരെ ഇവിടെ റിസപ്ഷനുകൾ ഉണ്ടാവുള്ളൂ ഹോട്ടലിൻ്റെ ആയാൽ പോലും. സോ അവർ നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് ലോക്കറിൻ്റെ പിൻ നമ്പറും തന്നിട്ടുണ്ട്. സോ ആ പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോക്കർ നമ്മുടെ കീയും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒരാളും നമ്മളെ താങ്ങാനുണ്ടാവില്ല. ഇതിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ ആളുണ്ടെങ്കിലും അയാൾ വന്ന് നമുക്ക് കീ തരും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പെട്ടി എടുത്ത് കൊണ്ടുപോയി അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് ഏത് 5 സ്റ്റാർ ഹോട്ടലായാൽ പോലും. ഇത് 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണ് കേട്ടോ. നമ്മളെപ്പോഴും അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആവശ്യത്തിന് കുക്കിങ്ങും നടക്കും, എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടൽ എടുക്കണമായിരിക്കും നല്ലത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് കൊണ്ടുപോകും ചെയ്യാം, കയ്യിൽ കരുതും ചെയ്യാം. ഇതിപ്പോൾ നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ നിന്നാക്കി കഴിക്കുക. എന്തെങ്കിലും ബ്രെഡും മുട്ടയൊക്കെയാണ് നമ്മൾ ആക്കാറ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വെറുതെ നമുക്ക് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. പ്ലസ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യുകയും ചെയ്യാം. പ്ലസ് നമുക്കിവിടെ വാഷിംഗ് മെഷീനും ഡ്രയറും ഉണ്ട്. അതും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് മുഷിഞ്ഞ തുണികൾ ഒരു ലോഡ് തിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങോട്ട് കയ്യിലെടുക്കും വേണ്ട. ഇപ്പോൾ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു 2 ജോഡി കൊണ്ടുപോയി നമുക്കത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മളപ്പം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളും വാങ്ങിയിട്ട് വന്നു കേട്ടോ വോളീസിൽ നിന്ന്. ഗുഡ് മോർണിംഗ്. ഇവിടെ നേരം വെളുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ഇവിടുത്തെ ബാൽക്കണിയൊന്നും ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോഴാണ് ശരിക്കും അന്തം വിട്ട് പോയത്. അത്രയും രസമായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും നമുക്ക് സൺറൈസൊക്കെ നല്ല രസമായിട്ട് കാണാം ഈ റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ. ഗുഡ് മോർണിംഗ്.
അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ഡോഗാണ് കേട്ടോ. ഹോട്ട് ഡോഗ്സ് ഞാൻ ഓൾറെഡി ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ഇന്നലെ തന്നെ വൂളീസിൽ പോയപ്പോൾ കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് കട്ട് ചെയ്യാൻ പോവാണേ. ബ്രെഡ്, മുട്ട, പാൽ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മിക്കപ്പോഴുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. കാരണം നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പവും പിന്നെ നമുക്ക് സാധനങ്ങൾ കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ കഴിക്കുക. ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ ലാവിഷായിട്ട് പുറത്തുനിന്ന് കഴിക്കുമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിൾ ആവണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി താഴെ റിസപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വാർണർ ബ്രോസ് മൂവി വേൾഡിലേക്കാണ് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.